ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷിനോട് കൺമണി പറയുന്നുണ്ട്, സാർ സാഗർ സാറിനെ വിളിക്കേ, സാഗർ സാറിനെ വിളിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, കൺമണി ഞാൻ വിളിച്ചിട്ട് അച്ഛനോട് എന്ത് സംസാരിക്കാനാ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാർ ആദ്യം വിളിക്ക്, വാക്കുകളൊക്കെ താനേ വന്നോളും, ചിലപ്പോൾ സാറിന്റെ ഒരു വിളിക്ക് വേണ്ടി സാഗർ സാർ കാത്തിരിക്കുകയായിരിക്കും, എന്തായാലും വിളിക്കുക എന്ന് പറയുകയാണ്. പക്ഷെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുമ്പോഴേക്കും സാഗർ കൃഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കൃഷിന് കൺമണിക്ക് അപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കൺമണി കൃഷിനോട് പറയുന്നുണ്ട്, സാർ കോൾ എടുക്ക്, സന്തോഷമായിട്ട് സംസാരിക്കുക എന്ന് പറയുകയാണ്. ഹലോ അച്ഛ എന്ന് കൃഷി ചോദിക്കുമ്പോൾ സാഗർ സുഖാണോടോ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. കൃഷി അപ്പൊ അതെ അച്ഛ സുഖം തന്നെ. അച്ഛന് സുഖല്ലേ ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, നീ വിഷമിച്ചല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, അതിന്റെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. കൃഷി അപ്പൊ പറയുന്നുണ്ട്, അച്ഛനെ ഞാനാണ് വിഷമിപ്പിച്ചത്, ഇപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി, സോറി അച്ഛ എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഞാനാണ് നിന്നെ വിഷമിപ്പിച്ചത്, ഞാൻ പറഞ്ഞതിനെല്ലാം നീ തിരിച്ചു മറുപടി പറയില്ലേ ചെയ്തുള്ളൂ, എന്നെ ചെറുപ്പത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അന്ന് നീ എന്നോട് പറഞ്ഞതും എന്ന് സാഗർ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു പറയുമ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന്. അപ്പൊ കൃഷി തിരിച്ചു ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാണ് വിളിച്ചത്, ആദ്യം അത് പറയേ എന്ന് പറയുകയാണ്. സാഗർ അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇതില് നീ എന്നെ തോൽപ്പിക്കുകയാണോടാ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പറയാം അച്ഛ, ഇവിടെ അടഞ്ഞു കിടന്ന ഒരു ഫാക്ടറി ഞങ്ങൾ മുൻകൈയെടുത്ത് തുറന്നു, തൊഴിലാളി സമരമായിരുന്നു, ഞങ്ങൾ ഇടപെട്ട് അത് തുറന്നു, ഇന്നായിരുന്നു ഇടവേളയ്ക്ക് ശേഷം ആ ഫാക്ടറി ആദ്യമായി തുറന്നത്, അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. ഇതെല്ലാം അച്ഛനെ വിളിച്ച് പറയാൻ തുടങ്ങുമ്പോഴാണ് അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് കൃഷി പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് എന്റെ മനസ്സ് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിപ്പോ വിളിച്ചത് എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, സാഗർ എന്ന സർനെയിം ഒരിക്കലും എന്റെ പേരിൽ നിന്നും പോവില്ല അച്ഛ, അച്ഛന്റെ രക്തം ഇപ്പോഴും എന്റെ ശരീരത്തിൽ ഓടുന്നത് കൊണ്ടാണ് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റിയതെന്ന് കൃഷി പറയുകയാണ്. സാഗർ എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നീ പറഞ്ഞ പോലെ ഒരു സന്തോഷം ഞാൻ അങ്ങോട്ട് പറയാം, കൺമണി വരച്ച ഡിസൈൻ ശങ്കർ മോഹൻ അപ്രൂവ് ചെയ്തു, ആ പ്രൊജക്ട് അലികക്കാടായെന്ന് സാഗർ പറയുമ്പോൾ കൃഷിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. കൃഷി എന്നിട്ട് കൺമണിയോടും പറയുന്നുണ്ട്, കൺമണി നീ വരച്ച ഡിസൈൻ ശങ്കർ മോഹൻ അപ്രൂവ് ചെയ്തു എന്ന് പറയാണ്. സാഗർ എന്നിട്ട് പറയുന്നുണ്ട്, ഡിസൈനെ കുറിച്ച് ശങ്കർ മോഹൻ കുറെ എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിച്ചതെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഇന്ന് വലിയൊരു സന്തോഷമുള്ള ദിവസമാണെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. കൺമണി ഉണ്ടോ അടുത്ത്, ഫോൺ ഒന്ന് കൊടുക്കോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി ഇപ്പൊ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൺമണിക്ക് ഫോൺ കൊടുക്കുകയാണ്. സാഗർ എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, കൺഗ്രാറ്റുലേഷൻസ് കൺമണി, കൃഷി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ശങ്കർ മോഹന്റെ പ്രൊജക്ട് നമുക്കാണ്, ചെയർമാൻ എന്ന നിലയ്ക്ക് നന്ദിയും കടപ്പാടും ഞാൻ നിന്നെ അറിയിക്കുകയാണ് എന്ന് സാഗർ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഡിസൈൻ ചെയ്യാൻ അവസരം തന്നതിന് ഞാൻ ശരിക്കും സാറിനോട് അങ്ങോട്ടാണ് നന്ദി പറയേണ്ടതെന്ന് പറയുകയാണ്. സാഗറപ്പ പറയുന്നുണ്ട്, ശങ്കർ മോഹൻ ഒരു കാര്യം കൂടി പറഞ്ഞു, കൺമണി എന്നെങ്കിലും അലിഗയിൽ നിന്നും പോവുകയാണെങ്കിൽ ശങ്കർ മോഹനെ അറിയിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് സാഗർ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അലിഗ വിട്ടിട്ട് എനിക്ക് വേറൊരു ജീവിതമില്ല സാർ, ഞാൻ അവിടുന്ന് ഒരിക്കലും പോവില്ല എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, താങ്ക് യു, കൃഷിനൊന്ന് ഫോൺ കൊടുക്കോ എന്ന് ചോദിക്കുകയാണ്. കൺമണി എന്നിട്ട് കൃഷിന് ഫോൺ കൊടുക്കുന്നുണ്ട്. സാഗർ എന്നിട്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കണം, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ നിന്നോ, കൺമണി ഇങ്ങോട്ട് തിരിച്ചയക്കേ, ഓഫീസിൽ കുറെ പെൻഡിങ് ഉണ്ട്, ശങ്കർ മോഹന്റെ പ്രൊജക്ട് ഫോളോ അപ്പും ചെയ്യണം, കൺമണി എന്തായാലും നീ വൈകാതെ തന്നെ ഇങ്ങോട്ട് അയക്കെന്ന് പറഞ്ഞിട്ട് സാഗർ ഫോൺ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തതിനു ശേഷം കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട്, ഇന്നത്തെ ഉദ്ഘാടനം പോലെ തന്നെ സാഗർ സാറ് വിളിച്ചപ്പോഴും ഒരുപാട് സന്തോഷമായി എന്ന് പറയാണ്. എന്നാൽ കൃഷ്ണനാണെങ്കിൽ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. സാഗർ കൺമണിയെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചയക്കാൻ പറഞ്ഞതുകൊണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വാസുകി വരുന്നുണ്ട്. മേഡം ഒന്ന് അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് കൺമണി അവിടുന്ന് വിളിച്ചിട്ട് പോവുകയാണ്. കൃഷിയാണെങ്കിൽ എന്ത് ചെയ്യും, കൺമണിയെ വിട്ടുപിരിയാനാവാത്ത സങ്കടത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. കൃഷിനെ കാണുന്ന കൺമണി തൊഴിലാളികളുടെ ഇടയിൽ നിന്നും വന്ന് കൃഷിനോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി സാർ, സാറിന്റെ മുഖമൊന്നും മങ്ങിയാൽ എനിക്ക് മനസ്സിലാവും എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. കൃഷപ്പ പറയുന്നുണ്ട്, അച്ഛൻ നിന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാറിന് എന്റെ മനസ്സിൽ ഇത്രയും വലിയ സ്ഥാനം ഉള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഈ ദിവസങ്ങൾക്ക് ശേഷമല്ലേ സാഗർ സാർ വിളിച്ചത്, സാറിനെ വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അച്ഛനെ ഇങ്ങനെ പറഞ്ഞത്, കൺമണി നീയില്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോയാലോ എന്ന് കൃഷി ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടല്ലോ സാർ, സാറ് ഇവിടെ തന്നെ വേണം, ഞാൻ പോയാലും സാറിന്റെ മനസ്സിൽ
ഞാനും എന്റെ മനസ്സിൽ സാറും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കൃഷി ചോദിക്കുകയാണ്, അപ്പൊ നിനക്ക് ഇത്രയുള്ളോ ആത്മാർത്ഥത? എന്നെ ഒറ്റയ്ക്കാക്കി പോയാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട്, സാർ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ ആ രീതിയിൽ ചിന്തിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോ പോകുന്നത് സാഗർ സാറിന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സാഗർ സാർ ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കണം. അത് നമ്മുടെ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. സാറിന്റെ വാക്കുകൾ ധിക്കരിച്ചാൽ അത് മര്യാദകേടാവും. സാർ എന്തായാലും ഇപ്പൊ വിഷമിക്കാതിരിക്കെ നമുക്ക് കേണൽ സാറിനോട് ചോദിച്ചിട്ട് ഒരു വഴി കണ്ടെത്താമെന്ന് കൺമണി പറഞ്ഞ് കൃഷിനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കൃഷും കൺമണിയും അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം മാനസ ആന്റിയമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് ചെന്ന് അവളെ കത്തിക്കാനാണ് തോന്നുന്നത്. ഒരു പ്രാവശ്യം പോലും എനിക്ക് ജയിക്കാനുള്ള ചാൻസ് കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ തന്നെ ഈ ഡിസൈനിന്റെ കാര്യം ഞാൻ വിചാരിച്ചതുപോലെ നടക്കുമെന്ന് വിചാരിച്ചു, അപ്പോഴേക്കും അവളെ രക്ഷിക്കാനായി ആരോ വന്നിരിക്കുന്നു ഇന്ന് മാനസ ദേഷ്യപ്പെട്ട് പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട്, ആരൊക്കെ വന്നാലും നമ്മൾ അവളെ പൂട്ടും, നമ്മൾ അവളെ തോൽപ്പിക്കുമെന്ന് പറയുമ്പോ മാനസ ചോദിക്കുന്നുണ്ട്, എന്ന് അടുത്ത ജന്മത്തിലോ? ഞാനിവിടെ വന്നപ്പോ തൊട്ട് കേൾക്കുന്നതാണ് അവളെ തോൽപ്പിക്കും, അവളെ ഇല്ലാതാക്കുമെന്നൊക്കെ. പറച്ചിലല്ലാതെ ആന്റിയമ്മയെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് നോക്ക്, ഞാനില്ലെന്നുണ്ടെങ്കിൽ ഇന്നോ നിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തായേനെ എന്ന് പറയുന്ന സമയത്ത് മാനസ തിരിച്ചു പറയാണ്, എന്റെ കള്ളത്തരങ്ങൾ പുറത്താവുമെന്നോ? ഞാൻ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ആന്റിയമ്മയും കൂട്ടുനിന്നിട്ടുണ്ട്. ആന്റിയമ്മ കൂടി എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. സാഗരങ്ങളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ആ പടം ഞാൻ വരച്ചതാണെന്ന് ആന്റിയമ്മയല്ലേ എന്നോട് പറയാൻ പറഞ്ഞത്. ഇങ്ങനെ കുറ്റം മുഴുവൻ എന്റെ തലക്കിട്ടിട്ട് ആന്റിയമ്മ അങ്ങനെ നല്ല പിള്ള ചമയണ്ട എന്ന് പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട്, ഇത് നോക്ക് മാനസേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി നിൽക്കേണ്ട സമയമല്ല, ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ തമ്മിലൊരു അഭിപ്രായം വ്യത്യാസം വരാൻ പാടില്ല. എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് പറയേണ്ടി വരുമെന്ന് മാനസ പറയുകയാണ്. ഇന്ത്യം എന്നിട്ട് മാനസയോട് പറയുന്നുണ്ട്, കൃഷിന്റെ മനസ്സ് നമ്മൾ മാറ്റിയെടുക്കും. കൺമണിയെയും അവളെ സഹായിക്കുന്ന ദേവ്ജിയെ ഉൾപ്പെടെ കൃഷിനെ കൊണ്ട് നമ്മൾ തള്ളി പറയിപ്പിക്കും. ആ ദിവസം ഉടനെ തന്നെ വരുമെന്ന് ആന്റിയമ്മ മാനസയോട് പറയുകയാണ്. പിന്നീട് ദേവ്ജിയുടെ ഫോണിലേക്ക് കൃഷി വിളിക്കുകയാണ്. കോൾ എടുത്തതും ദേവ്ജി പറയുന്നുണ്ട്, എടോ കൃഷ്, തന്റെ കൺമണി തകർത്തു. അലികയുടെ ഗ്രാഫ് ഇപ്പൊ ഒന്നുകൂടി ഉയർന്നു, എനിക്ക് കൺമണിയോടൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, കൺമണി ഇപ്പൊ വരും സാർ. ഇതിന്റെ എല്ലാ നേട്ടത്തിന് പിറകിൽ സാറിന്റെ വലിയൊരു സപ്പോർട്ടുണ്ട്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് സാർ. അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. അച്ഛൻ വലിയ സന്തോഷത്തിലാണ്. കൺമണിയെ കുറെ നല്ല വാക്കുകളും പറഞ്ഞു. എന്നോടും നല്ല സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. പക്ഷേ അച്ഛൻ ആവശ്യപ്പെട്ട കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. കൺമണിയെ അങ്ങോട്ട് തിരിച്ചയക്കാനാണ് അച്ഛൻ പറഞ്ഞതെന്ന് കൃഷി പറയുമ്പോ ദേവ്ജി പറയുന്നുണ്ട്, ശങ്കർ മോഹന്റെ പ്രോജക്ട് അപ്രൂവ്ഡ് ആയതല്ലേ, അതിനുവേണ്ടിയായിരിക്കും കൺമണിയെ വിളിക്കുന്നതെന്ന് പറയുമ്പോ കൃഷി പറയാണ്, എനിക്കെന്തോ ചെറിയ സംശയം തോന്നുന്നു സാർ. ഞാനും കൺമണിയും കൂടുതൽ അടുക്കുമെന്ന് വിചാരിച്ചിട്ടാണോ അച്ഛൻ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോ ദേവ്ജി പറയുന്നുണ്ട്, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ. അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി തരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. കൃഷി അപ്പൊ പറയുന്നുണ്ട്, അനുകൂലമായാലും ഇല്ലെങ്കിലും കൺമണിയിൽ നിന്ന് മാറി നിന്ന ഒരു ജീവിതം എനിക്കില്ല. കൺമണിയില്ല എങ്കിൽ എനിക്ക് ഒരു സൗഭാഗ്യങ്ങളും വേണ്ട എന്ന് കൃഷി പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കൺമണി വരുന്നുണ്ട്. കൃഷി എന്നിട്ട് ദേവ് സാറിനോട് പറയുന്നുണ്ട്, ദേവ് സാർ കൺമണി വന്നു, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൺമണിക്ക് ഫോൺ കൊടുക്കുകയാണ്. ദേവ്ജി എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, നീയിപ്പോ അലികയുടെ കൺമണിയും പൊന്മണിയും കൃഷ്ണമണിയും ഒക്കെയാണ്. ഈ കാരണം കൊണ്ട് അലികയ്ക്ക് ഒരു സുവർണ നേട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അലികയുടെ വക നിനക്കൊരു സ്പെഷ്യൽ സമ്മാനമുണ്ടെന്ന് ദേവ്ജി കൺമണിയോട് പറയാണ്. കൺമണിയപ്പോ താങ്ക് യു സാർ എന്ന് പറയുന്നുണ്ട്. ദേവ്ജി എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, സാഗർ വിളിച്ചിരുന്നു അല്ലേ, കൃഷ്ണനെ വിട്ട് പിരിഞ്ഞ് അങ്ങോട്ട് വരുന്നതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി അത് സാർ എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പൊ ദേവ്ജി പറയുന്നുണ്ട്, മനസ്സിലായി, ഒന്നും പറയണമെന്നില്ല. എന്തായാലും രണ്ടുപേരെയും ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കട്ടെ. എന്നാ ശരി, ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞ് ദേവ്ജി ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം കൺമണി വളരെ സന്തോഷത്തോടെ കൃഷ്ണനോട് പറയുന്നുണ്ട്, സാർ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാനായി എന്തെങ്കിലും മാർഗം കണ്ടെത്താമെന്ന് ദേവ്ജി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ കൃഷ്ണനും വളരെ സന്തോഷമാവുകയാണ്. കൺമണി എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പോലും എനിക്കും സാറിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കൃഷ്, സത്യാണോ കൺമണി? എനിക്കും അങ്ങനെ തന്നെയാണ്. ശരിക്കും നമ്മൾ ശിവശക്തി തന്നെയാണോ കൺമണി എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ് കൺമണിയുടെ നെറ്റിയിൽ കൃഷിന്റെ നെറ്റി മുട്ടിക്കുകയാണ്. കൺമണിക്ക് അപ്പൊ നല്ല വേദനിക്കുന്നുണ്ട്. കൃഷി എന്നിട്ട് കൺമണിയുടെ നെറ്റി ഒഴിഞ്ഞു കൊടുത്ത് സോറി കൺമണി എന്നൊക്കെ പറയുമ്പോ കൺമണി വേഗം തന്നെ കൃഷിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. പിന്നീട് രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. അതിനുശേഷം സുമിത്ര ഷൺമുഖദാസ് വക്കീലിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാർ എന്തായി, ഭാഗ്യശ്രീ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ
വക്കീല് പറയുന്നുണ്ട് ഇല്ല കിട്ടിയിട്ടില്ല, പക്ഷേ എനിക്കൊരു സൂചന കിട്ടി, അവളൊരു കാറിൽ കയറി പോകുന്നത് കണ്ടവരുണ്ട്. കാറിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ എങ്ങോട്ട് പോയെന്ന് മാത്രം ഒരു പിടിയുമില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷനിൽ എങ്ങാനും പോയി ഭാഗ്യശ്രീ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പെട്ടുപോകും. എന്തായാലും സുമിത്രാജി ജയിലിൽ പോയി ബലരാമനെ ഒന്ന് കണ്ടു നോക്ക്, ഒന്നുകൂടി അവനോട് സ്നേഹത്തോടെ പെരുമാറി നോക്ക്, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിലോ എന്ന് വക്കീല് പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട് ശരി, ഞാൻ എന്തായാലും ബലരാമനെ കാണാനായി പോവാമെന്ന് പറയാണ്. അതിനുശേഷം കൃഷും കൺമണിയും കൂടി തൊഴിലാളികൾക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കൺമണിയോടും കൃഷിനോടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കല്യാണം കുറെ ആയോ കഴിഞ്ഞിട്ടെന്ന്. അപ്പൊ അവര് പറയുന്നുണ്ട് അതെ, ഞങ്ങൾ കൂടെ കൂടിയിട്ട് കുറെ കാലമായി എന്ന് പറയാണ്. അപ്പൊ ആ സ്ത്രീ വീണ്ടും ചോദിക്കാണ് എന്നിട്ട് എന്തേ നിങ്ങൾക്ക് ഇത്രയും കാലമായി കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത്? കല്യാണം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്ന് പറയാണ്. കൃഷപ്പ പറയാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ടില്ല, കുറച്ച് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വാസുകി വരുന്നുണ്ട്. അല്ല നിങ്ങളപ്പോ ശരിക്കും ഭാര്യ ഭർത്താവ് അല്ലേ എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കൺമണിയെ താലി കെട്ടേണ്ടി വന്നു, ഇതിന് പിന്നിൽ വലിയൊരു കഥയുണ്ടെന്ന് പറയുമ്പോ വാസുകി അതെന്താന്ന് ചോദിക്കാണ്. കൃഷപ്പ പറയുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാമെന്ന് പറയാണ്. വാസുകി അപ്പോ അവരോട് പറയുന്നുണ്ട് നിങ്ങളന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു ജീവിതം ഉണ്ടായത്, നിങ്ങൾ ഒരുമിച്ചല്ലാതെ ഇനി ഞങ്ങൾക്ക് ചിന്തിക്കാനാവില്ല, നിങ്ങൾ എന്നും എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് തന്നെ ഉണ്ടാവണം എന്ന് വാസുകി പറയുമ്പോ കൃഷി പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെയായിരിക്കും വാസുകി, ഇനി ഞങ്ങൾ പിരിയണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്ന് കൃഷി വാസുകിയോട് പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ കൺമണിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.